ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിഷുക്കണിയുടെ ഒരുക്കുന്ന പരിപാടികളാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പ്രധാന കണ്ണിലുണ്ണിയായിട്ടുള്ള നമ്മുടെ സ്വന്തം കണിക്കൊന്ന പറിച്ചു. അതിനുശേഷം ഞാൻ പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് ഇതാണ്ട് ഒരു കൈതച്ചക്ക പറിച്ചു. ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ തന്നെ കിട്ടും. പിന്നെ ഒരു ചക്ക, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ചക്കയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് എടുക്കുവാണ് കേട്ടോ. ഞാൻ ആദ്യം വെട്ടാൻ നോക്കിയിട്ട് ഒറ്റ വെട്ടിരിങ്ങ് വന്നില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പേരമരത്തിൻ്റെ അങ്ങോട്ട് വന്നപ്പോൾ അതാണ്ട് കഴിക്കുന്ന പേരയ്ക്ക. എന്നാൽ പിന്നെ അതും പറിച്ചു. എനിക്ക് അപ്പുറത്തെ ഭാഗത്തുനിന്ന് വേറെ വലിയൊരു പേരയ്ക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അത് പറിക്കുന്ന വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല, പക്ഷെ ഇത് പറിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പിന്നെ ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ ഇവിടെ പറങ്ങാമ്പഴത്തിൻ്റെ മരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് കുറച്ച് പറങ്ങാമ്പഴമൊക്കെ പറിച്ചു. ഇതിനകത്ത് കുറച്ച് മതി കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ദാ നിൽക്കുന്നു ചാമ്പയ്ക്ക. അപ്പം പിന്നെ 2 ചാമ്പയ്ക്കയും കൂടെ വെച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറിച്ചു. നല്ല പഴുത്തിരിക്കുന്ന ചാമ്പയ്ക്കായിരുന്നു. അപ്പോൾ ഞാൻ 2 കഴിച്ചതും കൂടെ ചെയ്തായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ചാമ്പയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആപ്പിളൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആപ്പിളിന് പകരം ചാമ്പയ്ക്ക ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്കിനി വിളക്കൊരുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ചെമ്പരത്തിയുടെ മൊട്ട് പറിക്കുകയാണ്. തലേ ദിവസം വിരിയാൻ നിൽക്കുന്ന മൊട്ടില്ലേ, അപ്പോൾ അത് പറിച്ചു. പിന്നെ വിളക്കെല്ലാം തേച്ച് കഴുകി. അതിൻ്റെ ഇടയ്ക്ക് അവിടെ മിന്നു നിൽപ്പുണ്ടായിരുന്നു. ഒടുക്കത്തെ കൊതുകാണ് ഗായ്സ്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒടുക്കത്തെ കൊതുക്. അതാ ഞാൻ ഇടയ്ക്ക് കാലൊക്കെ ഇട്ട് കുടഞ്ഞു കളിക്കുന്നത്. ഇടയ്ക്ക് മിന്നു അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവളെയും കൊതു അടിക്കാൻ വരുന്നതുകൊണ്ട് അതിന് ഒരു സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ വിളക്കൊരുക്കാൻ കുറച്ചും കൂടെ എനിക്ക് പൂവൊക്കെ വേണം. അപ്പോൾ തെറ്റി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ തെറ്റി കുറച്ച് പറിച്ചു. നിങ്ങളെവിടെയും തെറ്റിന്ന് തന്നെയാണോ പറയുന്നത് ഈ പൂവിനെ? അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കണി വെക്കാനുള്ള സാധനങ്ങൾ. കണിക്കൊന്ന അത്യാവശ്യം നന്നായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ തെറ്റിപ്പൂവുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലേഡീസ് കനാമ്പരം വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് വെച്ചായിരുന്നു. പിന്നെ മുല്ലപ്പൂ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂ അത്യാവശ്യം ഏറെ തന്നെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പഴം, മുന്തിരിങ്ങ, ഇതിൽ ഈ മാങ്ങയും പിന്നെ മുന്തിരിങ്ങയും വെളിയിൽ നിന്ന് മേടിച്ച കേട്ടോ. പിന്നെ വെള്ളരിക്കയും പടവലങ്ങയും ഞങ്ങൾക്ക് ഇവിടുത്തെ മലക്കറി കിറ്റ് മേടിച്ചപ്പോഴില്ലേ, അതിനകത്ത് കുഞ്ഞ് വെള്ളരിക്കയും കുഞ്ഞ് പടവലങ്ങയും ഇരിക്കുന്നത്. എന്തോ ഒരു ഭാഗ്യമെന്ന് വിചാരിക്കട്ടെ. എന്തായാലും വിഷുവിന് അങ്ങനെ ഞങ്ങൾ വെള്ളരിക്കയും പടവലങ്ങയും അങ്ങനെയൊന്നും വിഷു കിറ്റായിട്ടൊന്നും മേടിക്കാറൊന്നുമില്ല. അപ്പോൾ അതും കിട്ടി. അപ്പോൾ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വിളക്കൊക്കെ സെറ്റ് ചെയ്യുകയാണ്. കൃഷ്ണനെ ഈ വട്ടം മേടിച്ചായിരുന്നു ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഈ വട്ടത്തെ വിഷുവിന് എനിക്ക് കൃഷ്ണനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ മലനട ക്ഷേത്രം അറിയാമോ? പെരുവരുത്തി മലനട വളരെ ദുര്യോധന ഇന്ത്യയിലായിരുന്നു, അല്ല സൗത്ത് ഇന്ത്യയിലെ ഏക ദുര്യോധന ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഉത്സവത്തിന് പോകുമ്പോൾ എപ്പോഴും കൃഷ്ണൻ അവിടെ കാണും. അപ്പോൾ കൃഷ്ണനെ വിൽക്കാൻ കാണുമ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു, മേടിച്ച് തരുമോ. നീ വട്ടം എന്തായാലും ഒരെണ്ണം മേടിച്ചു തന്നു. പക്ഷെ ചെറുതാട്ടോ, കുഴപ്പമില്ല, എന്തായാലും മേടിച്ചു തന്നില്ല, അത് മതി. അപ്പോൾ കൃഷ്ണനെയൊക്കെ നമ്മൾ ഒരുക്കുന്നുണ്ട്. മുല്ലപ്പൂവൊക്കെ വെച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ വെച്ചിട്ട് ആ മുല്ലപ്പൂ അങ്ങ് താഴോട്ട് വീഴുമായിരുന്നു. അതൊന്നും കുഴപ്പമില്ല. ഞാനൊരു കൊച്ചൊരു സ്റ്റൂളിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ കൃഷ്ണനെ വെച്ചേക്കുന്നത്. കുറച്ച് ഹൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ അവിടെ കണിക്കൊന്ന വെക്കുമ്പോഴത്തേനും ഫില്ലാവും. ആ വിളക്കിൻ്റെയും ആ സ്റ്റൂളിൻ്റെയും ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് കണിക്കൊന്ന വെക്കും. അപ്പോൾ ആ ഒരു സ്റ്റൂള് വലുതായിട്ട് സീൻ ചെയ്യത്തില്ല. പിന്നെ വിളക്കിനകത്ത് ഞാൻ കുറച്ച് പൂക്കളൊക്കെ ഇട്ട്, പിന്നെ നമ്മൾ ഈ കൂടയിലാണ് നമ്മൾ കണി സെറ്റാക്കുന്നത്. ആദ്യം നമ്മൾ പറിച്ച ഇതുവരെ പറയുന്ന പേര് ചക്ക വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടായ പഴമാണ് കേട്ടോ. അപ്പോൾ പഴം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളരിക്ക, ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളരിക്ക അതാ കേട്ടോ. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് കൈതച്ചക്ക വെച്ചിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ, മാമ്പഴം 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് പറിച്ചൊരു പച്ച മാമ്പഴം ഉണ്ട്. അപ്പോൾ അതും വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് പറങ്ങാമ്പഴമൊക്കെ നമ്മൾ പറിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുക. അതിനകത്ത് എല്ലാം കൂടെ വെക്കാനല്ല കേട്ടോ ഞാൻ ആ സമയത്ത് പറിച്ചത് പറങ്ങാമ്പഴം. അത് കുറച്ച് അമ്മ പറഞ്ഞായിരുന്നു തീയൽ വല്ലതും വെക്കാമെന്ന്. അപ്പോൾ അതിന് പറിച്ചതായിരുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് വലിയൊരു പേരയ്ക്ക പറിച്ചെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ആ പേരയ്ക്ക. ആ പടവലങ്ങയാണ് നേരത്തെ കിറ്റിനകത്തുനിന്ന് കിട്ടിയെന്ന് പറഞ്ഞില്ലായിരുന്നോ, മലക്കറി കിറ്റിനകത്തുനിന്ന്. അപ്പോൾ അതാണ്. പിന്നെ ഓറഞ്ച് വെച്ചെടുത്തിട്ടുണ്ട്, തക്കാളി വെച്ച് കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിരിക്കണം. പക്ഷേ ഇച്ചിരി പച്ചമയം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ പറങ്ങാമ്പഴം ഇല്ലേ, റെഡായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഒന്നും റെഡ് കണ്ടില്ല. എല്ലാം മഞ്ഞ കളറിലുള്ള പല ടൈപ്പ് പറങ്ങാമ്പഴം ഉണ്ടല്ലോ, മഞ്ഞിച്ചിരിക്കുന്നതുകൊണ്ട് പഴുത്ത് കഴിഞ്ഞാൽ അതേ ഉള്ളായിരുന്നു. റെഡൊന്നും, എല്ലാം കിളി ചപ്പിയിട്ടേക്കുക.
ഏകദേശം അത് തീരാറാവാറായി, അതുകൊണ്ട് റെഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി കുറച്ച് നമ്മൾ പറിച്ച് ചാമ്പയ്ക്ക ഞാനൊരു 3 എണ്ണം കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ ഇട്ടത് അകത്തോട്ടും കയറിപ്പോയി, ഇനി ഞാൻ എടുക്കാൻ പോയില്ല. പിന്നെ ഞാനൊരു പറക്കകത്ത് അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റാക്കുന്നത്. ഇവിടെ ഇതൊന്നും വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ കസവും ഉണ്ടൊക്കെ വെക്കത്തില്ലേ, അതൊന്നും വെച്ചിട്ടില്ല. പിന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ശരിക്ക് കണിക്കൊന്ന കിട്ടി കേട്ടോ. എന്തായാലും കണിക്കൊന്ന സാധാരണ പൊഴിഞ്ഞു പോകാറാണ് പതിവ് ഈ സമയമാകുമ്പോഴത്തേക്കിന്. എന്തായാലും അത്യാവശ്യം ഉണ്ടായിരുന്നു. ഒരു കമ്പോഡിങ് ഒടിച്ചിട്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ പപ്പ. അപ്പോൾ അത് ഇഷ്ടംപോലെ കിട്ടി എല്ലാവർക്കും. പിന്നെ കണിക്കൊന്നയും അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. കണിക്കൊന്നയില്ലാതെ എന്ത് വിഷു മക്കളെ, കണിക്കൊന്നയല്ലേ വിഷുവിൻ്റെ പ്രധാനം. പിന്നെ ഞാൻ മുകളിലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തു വെച്ചായിരുന്നു. കുറച്ച് മുല്ലപ്പൂ ഒരു കമ്പിനകത്ത് ചുറ്റിയിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് കുറച്ച് കണിക്കൊന്നയും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് ഞാൻ കൃഷ്ണനെ വരച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിഷുക്കണി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.